എടാ കുട്ട, നിനക്ക് ഇന്നല്ലേ ശമ്പളം കിട്ടണത്? എടാ നിന്നോടാ ചോദിക്കണത്, ഇന്ന് ശമ്പളം കിട്ടുമോന്ന്. എടാ പട്ടി, നിന്നോടാ ചോദിച്ചത്. 5ന്റെ പൈസ എന്നെ ശമ്പളം കിട്ടൂലട്ടാ. കുറെ നാളായി. ചിറ്റമ്മയുടെ മോടെ 28, കുഞ്ഞമ്മേന്റെ കല്യാണം, തുളസി ചേച്ചിയുടെ പരതാമസം പറഞ്ഞ കാശ് കിടക്കണം. ഇപ്രാവശ്യം ഞങ്ങൾ ടൂറിന് പോയിരിക്കും. എന്റെ പൊന്നോ, എനിക്കൊന്നും വേണ്ടേ നിന്റെ കാശ്. അതിനാര് ചോദിച്ചു നിന്റെ പിച്ചക്കാശ്? എടാ പോത്തെ, നിന്റെ ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാടാ? അതിനെ അടുത്ത മാസം എങ്ങാനും തരാമെന്ന് പറ. ഞാൻ തന്നെ വല്ല കല്യാണം നടത്തിയിട്ട് വേണമല്ല. നിങ്ങളുടെ ചുമ മാറിയാലോ? എന്നാലും മരുന്ന് വാങ്ങിക്കണമല്ല. ആശുപത്രി പോകാൻ വണ്ടിക്കാശ് പോലും ഇല്ലല്ലോ എന്റെ ഈശ്വര. അതൊക്കെ അപ്പുറത്തെ ഉണ്ണി, അവനെ കണ്ടു പഠിക്കണം ഇവന്മാരൊക്കെ. ചെസ് നമ്പർ 1 മോണോ ആക്ട് കലക്കി. ഇന്ന് പോയില്ലേ? തിങ്കളാഴ്ച ആരെങ്കിലും പണിക്ക് പോടപ്പ. ഏത് പേർക്കടാ ഒച്ചുണ്ടാക്കണത്? അന്തോണിയാണ് ഏട്ടാ. അതിനാ ഏണിയാണല്ലേ പങ്കാളി. വാറിനാണ് കിടന്ന് കാറലടാ. എന്തോ എന്താടാ വീട്ടിലെന്ത് പറഞ്ഞു? തെറി പിന്നെ കുറെ പ്രാക്കും. തളപതി പോവല്ലേ? മോനെ ഉമ്മ പാലുറ കുടിപ്പിച്ചു കാണുമല്ലോ. ഞാൻ കുടിച്ചൊന്നുമില്ല. പട്ടായ ബീച്ചിലെ പാൽപ്പായസം കുടിക്കാൻ പോണ നമുക്ക് എന്തിനാണ് പങ്കാളി പാല്? ഇന്ന് പണിക്ക് പോകലെന്ന് പറഞ്ഞിട്ട് പെണ്ണുമുള്ള വീട്ടിലിരുത്തല്ലെന്ന്. ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാത്തത്. എല്ലാ പെണ്ണുങ്ങളെയും കൊതിപ്പിച്ചിട്ട് ഞാൻ കടന്നു കളയും. എന്തോ ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാത്തതെന്ന്. എങ്ങനെ? ഇതാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തതെന്ന്. അതാണ് തൊഴിഞ്ഞൊഴിഞ്ഞ് മാഷിന്റെ വീട്ടിലേക്ക് വാട്ടാ. പാത്തോടുണ്ട്. ഇന്ത്യക്ക് വണ്ടി പഞ്ചറാവൂടാ. Excuse me, what do you mean by this? പാത്തു, നീ പിന്നെ എന്റെ ബ്രഷ് എടുത്തല്ലേ? എന്താ പുറകില്? കൈ കാണട്ടെ, കാണിക്ക്. This is your painting? ഇത് മാഷ് വരച്ചതാ, ബാക്കിയുള്ളതെല്ലാം ഞാൻ വരച്ചതാ. ഡീ, Nice painting. Keep it up. Thank you. കയ്യിലൊക്കെ പെയിന്റ് ആക്കി ഇങ്ങോട്ട് കൊണ്ടേ. ഒന്ന് കാണിച്ചു വെച്ചിട്ടേ. ആ സഞ്ജു തന്നെ. സഞ്ജു വാ. ആ സഞ്ജു എന്നെ പേടിപ്പിച്ചു. സാറില്ലടോ, സോ ഇല്ലാത്ത കുട്ടിയല്ലേ. ആ സഞ്ജുനെ കണ്ട് പേടിച്ചാണ്. അത് ശരി. അവന് ശരിക്കും എന്ത് പറ്റിയാണ് പക്ഷേ? നേരത്തെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഈ TV റിയാലിറ്റി ഷോയിലൊക്കെ പോയി ഫ്ലാറ്റൊക്കെ സമ്മാനം കിട്ടിയ ഒരു കഥയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എലിമിനേഷൻ റൗണ്ടിൽ പുറത്തായതിന്റെ ഷോക്കാ കുട്ടിക്ക്. ഇത്ര ചെറുപ്പത്തിലെ ഇമാതിരി ടെൻഷൻ കൊടുത്ത് ആർക്കായാലും ഭ്രാന്താവില്ലേ? ഇതാണ് കോളനിക്കാരെത്ര നിർബന്ധിച്ചിട്ടും ഞാൻ ഈ റിയാലിറ്റി ഷോയിലൊന്നും പാടാൻ പോകാത്തത്. അതെ, ഇവന് ഓൾറെഡി ഭ്രാന്ത് ഉണ്ടല്ലേ. എടോ, ഞങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും ശമ്പളം കിട്ടുന്ന ദിവസമാണ്. തനിക്ക് എന്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് വേണ്ടത്? ഒരു ഗിഫ്റ്റ് ആണോ 3 ഗിഫ്റ്റ് ആണോ? 1 മതി. തനിക്ക് എന്ത് വേണമെന്ന് പറയടോ. എനിക്കൊരു വലിയ ടെഡി ബെയർ മതി. ബിയറല്ല, ബെയർ. ടെഡി ബെയർ എന്ന് പറഞ്ഞ ഈ കരടിയുടെ ബൊമ്മയില്ലേ, അതാ. അത് ഓക്കേ, ഡൺ. കാശാവോ? തന്റെ സ്കൂൾ ബസ് വരാൻ സമയമായി. ഉമ്മി വടിയായിട്ട് ഇറങ്ങുന്ന മുമ്പ് വീട്ടിലേക്കല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്. പോയി ചാവടാ തെണ്ടി. നിന്നെ അല്ല തെണ്ടി, ആ നല്ലവനായ ഉണ്ണിയില്ലേ, അവന്റെ ഒരു ജൈവ കൃഷിയും ചന്ദനക്കുറിയും വീട് നോക്കലും. അവൻ നല്ലവനായിട്ട് നമുക്കാർക്കും വീട്ടിൽ കിടക്കപ്രതിയില്ലല്ലോ. ഉണ്ണിയെ കണ്ടുപിടി എന്നാണല്ലോ എല്ലാരും പറയണേ. ആരും മൈൻഡ് ചെയ്യണം. കൊണ്ടുവിടാ. എനിക്ക് നാളെയല്ല, ചേട്ടൻ അഴിഞ്ഞൊഴിഞ്ഞ് പോവാൻ നോക്ക്. നീ പരീക്ഷയ്ക്ക് തോക്കൂടാ. പോടേണ്ടി. ഇന്നും നമ്മൾ പോണ സമയത്ത് കറക്റ്റ് ആയിട്ട് അവൾ വന്നത് കണ്ടാ. ഇന്നും നോക്കി ചിരിച്ച്.
ഇവക്കിത് എന്നോട് തുറന്ന് പറഞ്ഞൂടെ? എന്നെ ഇഷ്ടമാണ് നമ്മൾ നിന്നോട് എങ്ങനെയാ പറയണേ? ഇവളെയും കൊതിപ്പിച്ച് കടന്നു കളഞ്ഞാലാ പങ്കാളി. ഈ അമർ ഒരു പെണ്ണിനെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അവളെ ഈ അന്തോണി വളച്ചിരിക്കും. കാണാം. കാണാം. തുഴഞ്ഞു നോക്കി ഇവിടം വരെ എത്തിയല്ല. ദൈവനും എത്തിയല്ല. നിന്റെ വണ്ടി ഇപ്പൊ ഭയങ്കര സ്പീഡാണല്ലോ. എന്റെ വണ്ടി സ്പീഡായതൊന്നുമല്ല. അവളെ കണ്ടപ്പോ നിന്റെ വണ്ടി സ്ലോ മോഷൻ ആയതായിരിക്കും. അതാ എടാ ആ വിടക്കിന്റെ പുറകെ കണ്ട വല്ല പണിക്ക് പോയടാ. അപ്പൊ വൈകുന്നേരം കുടിക്കില്ല കേട്ടോ. ഇവൻ ഈ ഇടയ്ക്കായിട്ട് ഇച്ചിരി ഉപദേശം കൂടുതലാണ്. അവൻ പോയി കഴിയുമ്പോ അവന്റെ കുറ്റം പറയാടാ തെണ്ടി. നാളെ ഞാൻ ഇല്ലാത്തപ്പോ നീ എന്റെ കുറ്റം പറയൂലേ? അയ്യേ, കോപ്പ് നീ ഇതുവരെ ശരിയാക്കില്ലേ? ഇനി ഇന്നും ലേറ്റ് ആവുമല്ലോ. ആന്ന് പെട്രോൾ ഇറങ്ങാഞ്ഞിട്ടാന്ന് തോന്നുന്നു. ഇറങ്ങാഞ്ഞിട്ടാ ഒഴിക്കാഞ്ഞിട്ടാ? ഒന്ന് ചരിച്ചു നോക്കിയാലോ? നീ ചിരക്കി. കഴിഞ്ഞ ആഴ്ച 30 രൂപയ്ക്ക് അടിച്ചാണല്ലോ. അമ്മച്ചി, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Same to you, bro. എന്താണ് ഫോണില്? ഫേസ്ബുക്കിലാണോ? ഉവ്വാ. നീയും ഫുൾ ടൈം ഫേസ്ബുക്കിലാണല്ലോ. നീ ആ കനികാമേനെ സ്വയം കൊടുക്കണുണ്ടാ? ഏത്? +2 പഠിക്കണ കനികാമേനോനാ? ആ. അറിയാന്നാ? അതേടാ. അമ്മച്ചിക്ക് എങ്ങനെ? അതിന് നീ കനികാമേനെ നേരിട്ട് കണ്ടുണ്ടോ? ഇല്ല. അന്നാ ഇപ്പൊ കണ്ടു. ഞാൻ തന്നെയാടാ. എപ്പോഴും ചോദിക്കും വിചാരിച്ചു ഞാൻ എന്താ ഡ്രസ് ആയിട്ടേക്കണേന്ന്. ഞാൻ എപ്പോഴും ചട്ടേ മുണ്ടായിരിക്കും. ഇനി മേലെ ചോദിക്കരുത് കേട്ടാ. ഈ ഉജാല വണ്ടി മാറ്റിച്ച് വല്ല ആറ് ഡ്രൈവേഴ്സിനൊക്കെ എടുക്കണപ്പാ. ഹെവി സ്പോർട്ടി റൈഡിങ് പൊസിഷനാണ്. ബാക്ക് മോണോഷോക്ക് ഉണ്ടല്ല, സൂപ്പർ പെർഫോമൻസ് ആണ്. ഇതേപോലെ വഴിയെ കിടത്തിയല്ല. കള്ള പഴയ ആളൊന്നും അല്ലാട്ടാ. ഹൈടെക് ഹൈടെക്. എന്റെ പൊന്ന് ജോസഫേട്ട, 500 വരെ ചിക്കൻ ബിരിയാണി അല്ലേ? അത് ഞാൻ ഏറ്റെന്ന്. അപ്പൊ ശരി, ഞായറാഴ്ച കാണാം. ഓക്കെ. അല്ല പിന്നെ ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന? ഞാനിപ്പോ ദുരന്തമൊന്നും പറയാറില്ല. അതൊക്കെ എന്നെ നിർത്തി. ആഹാ, ഇന്ന് ഭയങ്കര അത്ഭുതമാണല്ലോ. അരമണിക്കൂർ കൊണ്ട് സ്റ്റാർട്ടായില്ല വണ്ടി. രജുഭായ്, ഷിബുവിന്റെ കല്യാണത്തിന് നമുക്ക് തർക്കണ്ടേ? പോലെ പോലെ പോലെ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്തോന്ന് കല്യാണം. കല്യാണം കഴിക്കാൻ ഞാനും ഒരുങ്ങിക്കെട്ടി പള്ളി പോയി നിന്നതാ. എന്നിട്ടെന്തായി? പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വിളിക്കാൻ പോയ കാറുകാരുടെ ഒപ്പം അവള് പ്രേമിച്ചൊളിച്ചോടി പോയി. ഈ ഷിബുവിന്റെ പെണ്ണും പന്തലി വരും. നിനക്ക് വല്ല ഉറപ്പുണ്ടാ? ബായ് ദുരന്തം പറച്ചിലൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഓ, ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവൻ. ഓ, എന്റെ തള്ളയുടെ തള്ളയപ്പോ അല്ലേ ചവിട്ടിക്കറി വാ. അല്ല, ഈ പ്രാവശ്യം നിങ്ങൾ പട്ടായിക്ക് പോണില്ലേ? ഞാനും വന്നുണ്ട്. ഞാനും. എന്നാ ഞാൻ വന്നില്ല. എന്നാ ഞാനും ഇല്ല. ഓ, അപ്പൊ നിങ്ങൾ ടൂർ പോയാണ്. പണ്ട് ഇതുപോലെ തന്നെ എന്റെ അമ്മാവൻ ടൂർ പോയ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞിട്ട് അതിലുള്ളവര് മൊത്തം ബോട്ടിൽ തീർന്നു പോയി. നീ വണ്ടി എടുക്കടാ. ഒരാളെങ്കിലും രക്ഷപ്പെടാറില്ല. പോലടാ, അമ്മാവനെ 9 കഷ്ണമായിട്ട് കൊണ്ടുവന്ന കഥ ഇവിടെ കേട്ടിട്ട് പോടാ. കഷ്ടമുണ്ട് സാറേ. ഇപ്രാവശ്യം കട്ട് ചെയ്താൽ ശരിയാവില്ല. ആ കൂടെ കിട്ടുന്ന നക്കാപ്പിച്ച് അതിന്ന് പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോടെ. പഠിത്തം കഴിഞ്ഞ് വേലയും കൂലിയില്ലാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. താൻ പോയ 1000 പേര് വരും. അതിന് ഞാൻ പോയിട്ട് വേണ്ടേ? ഒന്നാമത് താൻ ഡെലിവറി ചെയ്യുന്നത് ലേറ്റ് ആയിട്ടാ. പിന്നെ താൻ ഡെലിവറി ചെയ്യുന്ന പിസയിൽ ഒരു പീസ് കുറവാണെന്ന് പലതവണ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അനാവശ്യം പറയരുത്. സാറ് പറയുന്നത് കേട്ടതൊന്നും ഞാൻ ഒരു പീസ് പിസ എടുത്ത് നിന്നിട്ട് ബാക്കിയെല്ലാം ജോയിന്റ് ചെയ്താ കൊടുത്തതെന്ന്. വെറുതെ ഓരോന്ന്. ഇന്ന് മുതൽ ഞാൻ ഷാർപ്പ് ടൈം ആയിരിക്കും, നോക്കൂ. ഹലോ ഹലോ, മിസ്റ്റർ സുജിത് വാസുദേവ് അല്ലേ? ജഡ്ജസ് അവന്യൂ പാലാരിവട്ടം. ഓക്കെ സാർ, ഒരു 15 മിനിറ്റ്സ്. ഇല്ല, വൈകില്ല. ഓക്കെ സാർ, ഈ ഓർഡർ ഷാർപ്പ് ആയിരിക്കും, പെർഫെക്റ്റ് ടൈം ആയിരിക്കും, നോക്കൂ. ഷാർപ്പ് ടൈം. ഇന്ന് ഞാൻ കലക്കും. യെസ്. ഹലോ സർ, ഹൗ ആർ യു? പിസ കറക്റ്റ് ടൈം അല്ലേ സർ? ഷാർപ്പ്. പിസ എവിടെ?
പിസ എടുക്കാൻ മറന്നല്ലേ? Excuse me, can you help me, please? Where is the Levi's shop? Eh? The Levi's shop. You know the shop with branded clothes and all? You don't know where is it? Hello? എന്റെ പൊന്നമ്മച്ചി, സത്യമായിട്ടും എനിക്ക് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പോലും അറിഞ്ഞൂടാ. നാട്ടുകാർ ഓരോന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കണയാണ്. What? യു ഗോ പ്ലീസ്. ആക്സിഡന്റ്. അച്ഛാ, എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? ഒന്നു രണ്ടെണ്ണം കൊള്ളാം. ഇത്രയും സൗകര്യമുള്ള മുറിയെ കിട്ടിയുള്ള വല്ല വാർഡിലെങ്ങാനും കിടന്നാ പോരായിരുന്ന? ഇവിടെ ആവുമ്പോ TV ഉണ്ടല്ലോ. ഇന്നാണ് നൊമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം. കൊച്ചിന്റെ അച്ഛൻ രമേശനാണോ ബാബു ആണോ എന്ന് ഇന്നറിയാം. ഇതാണോ ദീപ്തി? അതെ, പേഷ്യന്റിന് മാറാൻ വേറെ ഡ്രസ്സ് കൊണ്ടുവരണം. അതുകൊണ്ട് ദൈവം എടുത്തുണ്ട്. ഞാനാ? ഇല്ലാതെ ഇങ്ങനെ ഓടാപ്പ. അന്തോണി, ഈ ക്യാഷ് ഇതുവരെ അടച്ചില്ലല്ലോ. അല്ല, അതിന്റെ പൈസ ഒക്കെ എന്തെങ്കിലും ഉണ്ടാ. ടൂറിന്റെ പൈസ കയ്യിലിരിക്കൽ. ഈ ചീഞ്ഞ ബനാന എടുക്കണ്ട. എന്നിട്ട് കൂടലും ഉമ്മക്ക് വിളിച്ചിട്ട് എവിടെ പോണു? അടക്കാൻ പോണ്. അപ്പൊ ആള് തീർന്നോ? വീട്ടിലൊന്നും അറിയിച്ചിട്ടില്ല. കോള് വന്നപ്പോ തന്നെ വെറുതെ റെജി ഓരോന്ന് പറഞ്ഞ്. ആഹാ, അപ്പൊ ഈ ആളെങ്ങാനും കാഞ്ഞു പോയിരുന്നെങ്കിലോ? പണ്ട് ഇതുപോലെ തന്നെ എന്റെ പരിഞ്ഞപ്പൻ മാമോദീസയുടെ അന്ന്. ഓ, ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. വല്ല കാര്യം എത്ര പ്രാവശ്യം പറയണം? അമ്മയുടെ അവിടെ രശ്മി ഒറ്റയ്ക്കാവൂലേ? അച്ഛന് കുഴപ്പമൊന്നുമില്ല. ഇനി ആരെങ്കിലും നിൽക്കണമെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ നിന്നോളാം. നീയും നിൽക്കണമെന്നില്ല അല്ലേ സിസ്റ്ററെ? ഞാൻ വിളിക്കാം. ഞാൻ അന്തോണി. എന്താ ഷർട്ട്? ഈ ഷർട്ടോ? നിന്നോട് ഞാൻ ആ പച്ച കോളറിന് ചുവന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി വെയർ എടുക്കാനിടെ പറഞ്ഞത്. ഇത്രയില്ലാത്ത പെമ്പിള്ളേരെ കണ്ടിട്ടാണ് കിളവന്റെ ഇളക്കം. എടാ, നിന്റെ അച്ഛനല്ലാതെ വേറെ ഏതെങ്കിലും മനുഷ്യർ ആശുപത്രിയിൽ പാർട്ടി വെയർ ഇടൂടാ? എന്താ ഇങ്ങനെ? എന്റെ അമ്മ ഇവിടെ ICUലുണ്ട്. ക്രിട്ടിക്കല. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. സോറി അളിയ, ഇതിലും ഭേദം നിന്റെ അച്ഛനാണ്. പങ്കാളിയെ ബില്ലടിച്ചിട്ടാ ഒടുക്കത്തെ തിരക്കായിരുന്നടാ. താങ്ക്സ് പങ്കാളി. ഫ്രണ്ട്ഷിപ്പിലൊക്കെ എന്ത് താങ്ക്സ് വെച്ചാണ്. എത്രയാണ്? 26,000. നീ കയറ്റി വയ്ക്കല, കറക്റ്റ് പറ. എന്താന്ന്? നീ കമ്മീഷൻ അടിക്കല, കറക്റ്റ് എമൗണ്ട് പറ. കമ്മീഷനാ? നീ കറക്റ്റ് എമൗണ്ട് പറ. ഒറ്റടി വെച്ചാൽ നീ ഇടിക്ക്, പക്ഷെ കയറ്റി വയ്ക്കല്ലേ. അവന്റെ അച്ഛനെ വയ്യാതെ കിടക്കുമ്പോഴാണ് നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ. ശരിക്കും എത്രയായി? 22,000. അളിയ 24,000. 1000 അപ്പൊ 22,000. പിന്നെ വീട്ടിലടയ്ക്കാൻ എന്റെ പട്ടി പോവും. ആ അമറേ, ആ ആംബുലൻസ് ഡ്രൈവർ വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലല്ലേട്ടോ വരട്ടേന്ന്. അതല്ലടാ, അവനാണ് നിന്റെ അച്ഛനെ ആശുപത്രി കൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവർ. അവൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞതും. ഒന്ന് പോയി കണ്ടേരി. ജഡായു സാബു. ജഡായു സാബു? ഹായ് അമ്മേ, ഇതാ ഞാൻ പറഞ്ഞ പെണ്ണ്. ചെന്ന് ചോദിക്കും. കാണാനൊക്കെ കൊള്ളാം, പക്ഷെ നമ്മുടെ ഫാമിലിക്ക് ചേരുമെന്ന് നോക്കട്ടെ.
മമ്മി വായി നോക്കിയിട്ട് അമ്മ വരുന്നുണ്ട്. നീ കാറിലിരുന്നോ, ഐ വിൽ മാനേജ് ദിസ്. ദേ ഒന്ന് നിന്നേ. ഈ കൊച്ചിന്റെ പേരെന്താണ്? ഗൗരി മേനോൻ. ഈ കൊച്ചു പഠിക്കണോ? അതെ. കുടുംബത്ത് വേറെ ആരൊക്കെ ഉണ്ട്? എക്സ്ക്യൂസ് മീ, വല്ല കല്യാണ കാര്യത്തിലാണെങ്കിൽ വേണ്ട. ഷീ ഈസ് ഓൾറെഡി എൻഗേജ്ഡ്. അവിടെ കല്യാണം നിശ്ചയിച്ചതാ. അതല്ല ഞാൻ നിങ്ങളെ പോലെ കൾച്ചർ ഇല്ലാത്തവർ സംസാരിച്ച് വരുമ്പോൾ തന്നെ അറിയാം അതെന്തിനാണെന്ന്. അയ്യോ, കല്യാണത്തിനൊന്നും അല്ല. എന്റെ മോന് ടൈം പാസിന് ലൈൻ അടിക്കാൻ ഒരു ഐറ്റം വേണം. വെറുതെ ഒന്ന് സിനിമയ്ക്ക് പോകാനും കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചുറ്റാനും ഒക്കെ ആയിട്ട്. അല്ലാതെ കല്യാണം കഴിക്കാനാണെങ്കിൽ നല്ല ഒന്നാം തരം തറവാട്ടി പറഞ്ഞ കൊച്ചുങ്ങളെ ഞങ്ങൾക്ക് കിട്ടൂലേ? പാവോ ഈ ആന്റി വെറുതെ തെറ്റില്ലേ. കല്യാണം വെച്ചിട്ടുണ്ടടി ഞാൻ. അമ്മ ഇത് എന്ത് വർത്താനോ പറഞ്ഞത്? പിന്നെ ദേഷ്യം വരാതിരിക്കോ? അവിടെ അമ്മയുടെ ഒരു ജാട കണ്ടാ അറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണെന്ന്. ആ ലെവലാദികള് കൊക്കോണ്ടി പോലത്തെ ഒരു പെണ്ണും. പുറമ്പോ അതും കയ്യിന്ന് പോയി. ചേട്ടാ, നല്ല പുളിങ്കോമ്പായിരുന്നു. അവന്റെ അമ്മ ആ പുളിങ്കോമ്പ് വിട്ടിട്ട് അവന്റെ തലക്കിട്ടാണ് അടിച്ചു. അതൊക്കെ ഞാൻ നല്ല പേഴ്സണാലിറ്റി ഉള്ളതുകൊണ്ട് പൈലറ്റ് ആണെന്ന് നുണ പറയേണ്ടി വന്നില്ല. പറഞ്ഞാലും വിശ്വസിക്കൂല. ഞാൻ ആരാ എന്താന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ അവൾ എന്നെ പ്രേമിച്ചത്. ഒരു ദിവസം അവൾ എന്നെ വീട്ടിലേക്ക് വിളിച്ചു, അവളുടെ ഫാമിലിയെ പരിചയപ്പെടുത്താൻ. ഒരു കണ്ടീഷൻ മാത്രം, അവളുടെ ഡാഡിയെ ഒന്ന് ഇംപ്രസ് ചെയ്യണം. ഫ്ലവേഴ്സ് ഫ്രം ദ ഹാർട്ട്. Wow! Thank you, baby. So sweet. Come. എന്തൊക്കെയുണ്ട്? നന്നായിട്ട് പോണു. ഏഞ്ചൽ എല്ലാം പറഞ്ഞു. ഓക്കെ. ഹായ് ഡൂഡ്. ആന്റണി, ഇത് ജോ, എന്റെ കസിൻ ആണ്. ഹിസ് എ മ്യൂസീഷ്യൻ. ഹലോ. പാട്ടെന്ന് വെച്ചാ എനിക്ക് ജീവനാണ്. പാട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പാടുവോ? കുറച്ചൊക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് പോയാ മതി. അങ്ങനെ പറ ഡാഡി. പാടാന്ന് പറയല്ലാതെ ഇതുവരെ ആന്റണി പാടിയിട്ടേ ഇല്ല. Come on, Anthony. പാടു. Come on, man. Come Sing, on. man. Please, Anthony. പാടരുത്. പാടു, please. പാടല്ലേ പ്ലീസ്. പാടൂന്നേ. പാടല്ലേ. പാടി. കടുവായ കിടുവ പിടിക്കുന്നേ, ഹംബംബോ മരയൊന്തിന് ചായം പൂശുന്നേ. അയ്യ കമോൺ എവരിബഡി. കനവും പോയേ കളവും പോയേ, കാനായി കുട്ടിച്ചാത്ത സ്വാഹ ആഹ ആഹ സ്വാഹ ഹോയ് ഹോയ് ഹോയ്. കമോൺ എവരിബഡി. കടുവായ എനി പ്രോബ്ലം? കടുവായ കിടുവ പിടിക്കുന്നേ, അമ്പമ്പോ Come on, everybody. മരയൊന്നിന് ചായം പൂശുന്നേ. അയ്യയ്യേ. അറിഞ്ഞില്ല ഉണ്ണി ഇത്ര നന്നായിട്ട് പാടുന്ന അറിഞ്ഞില്ല. ആരും പറഞ്ഞില്ല.